കണ്ണൂർ ചെങ്ങളായിയിൽ ഇന്നലെ നിധി കുഴിച്ചെടുത്തതിന് സമീപത്ത് നിന്ന് ഇന്ന് വീണ്ടും നിധി കണ്ടെടുത്തു. 4 വെള്ളി നാണയങ്ങളും 1 മുത്തുമണിയുമാണ് ലഭിച്ചത്. നിധി ശേഖരം പുരാവസ്തു വകുപ്പ് പരിശോധിക്കും. ആഭരണങ്ങളുടെയും പതക്കങ്ങളുടെയും കാലപ്പഴക്കം നിശ്ചയിക്കും. തൊഴിലുറപ്പ് ജോലിക്കിടെ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് നിധി കുംഭം ലഭിച്ചത്. ബോംബെന്ന് കരുതിയ തൊഴിലാളികൾ കുംഭം ആദ്യം ദൂരത്തേക്ക് മാറ്റിവെച്ചു. തുടർന്ന് വൈകുന്നേരത്തോടെ പാത്രമെടുത്തെറിയുകയും അതിന്റെ മൂടി തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ ഉൾപ്പെടെ ലഭിച്ചത്. ചെങ്ങളായി പരിപ്പായി ഗവൺമെന്റ് സ്കൂളിന് സമീപം പുതിയപുരയിൽ താജുദ്ദീനിലെ റബ്ബർ തോട്ടത്തിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധികുമ്പ് ലഭിച്ചത്. 17 മുത്തുമണി, 13 സ്വർണ്ണ ലോക്കറ്റ്, കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന 4 പതക്കം, പഴയ കാലത്തെ 5 മോതിരം, 1 സെറ്റ് കമ്മൽ, നിരവധി വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ലഭിച്ചത്. സംഭവം ഇങ്ങനെ: ചെങ്ങളായി പഞ്ചായത്ത് 10-ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ റബ്ബർ തോട്ടത്തിൽ മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെ ഒരു പാത്രം ലഭിക്കുകയായിരുന്നു. ആദ്യം അത് ബോംബെന്ന് കരുതി ഭയന്ന തൊഴിലാളികൾ കുടം ദൂരത്തേക്ക് മാറ്റിവെച്ചു. പിന്നീട് നടന്ന കാര്യം അവർ തന്നെ പറയും. രണ്ടു മൂന്ന് കുഴിയും കൂടെ അധികം കുടിക്കണം തോന്നുന്നുണ്ടോ? അത് ഇനി വൃത്തിയാക്കാനുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് മഴക്കുഴി എടുക്കുന്ന സമയത്താണ് ഇങ്ങനെ രാവിലെ കിട്ടിയത്. പക്ഷെ അവർ കിട്ടിയപ്പോൾ അതെന്തോ സാധനമാണെന്ന് ചോദിച്ചാൽ അവരങ്ങോട്ട് മാറ്റി ചാടി കാട്ടിലോട്ട് അങ്ങ് ഇട്ടു. ഇവർ പറഞ്ഞു നമുക്കതൊന്ന് ആ സംഭവം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കിയതാ. പൊട്ടിച്ച് നോക്കിയപ്പോൾ മണ്ണ് പെരുങ്ങിയിട്ടേഞ്ഞുള്ളത്. അപ്പോൾ അത് മൊത്തം കഴുകി വൃത്തിയാക്കുമ്പോഴാണ് അവർ സംഭവം ഇത് സ്വർണ്ണമാണോ വെള്ളിയാണോ എന്ന് അവർക്കൊന്നും പിടുത്തം കിട്ടിയില്ല. ഇത് ഇപ്പം തലപ്പുറം കോടതിയിലുള്ള പുരാവസ്തു ഇതിലേക്ക് കൊടുക്കാനായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തപ്പോഴാണ് ഇവ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് തൊഴിലാളികൾ പഞ്ചായത്തിലും പോലീസും വിവരം അറിയിച്ചു. ശ്രീകണ്ഠാപുരം SI MV ഷിജുവിന്റെ നേതൃത്വത്തിലെ പോലീസ് സംഘം ഇവ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി. പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ മാത്രമേ ഇവ നിധിയാണെന്ന് സ്ഥിരീകരിക്കാനാവുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെയും കുഴിച്ചെടുത്തതിന്റെ സമീപത്ത് നിന്ന് വീണ്ടും നാണയങ്ങൾ ലഭിച്ചു. 4 വെള്ളി നാണയങ്ങളും 1 മുത്തുമണി എന്നിവയാണ് ലഭിച്ചത്. നിധി കിട്ടിയതറിഞ്ഞ് ധാരാളം ആളുകൾ സ്ഥലത്ത് എത്തുന്നുണ്ട്. ആഭരണങ്ങൾക്ക് 200 വർഷത്തിലേറെ പഴക്കം കാണില്ലെന്നാണ് പുരാവസ്തു വകുപ്പിന്റെ നിഗമനം. ജയ് ന്യൂസ്, കണ്ണൂർ.